ശബരിമല സന്നിധാനത്തെ പോലീസുകാർ വിശ്രമിക്കുന്നതിന് സമീപം നിരോധിത ലഹരി പദാർത്ഥങ്ങൾ നിറയുന്നു. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. 18-ാം പടി ഡ്യൂട്ടിക്കിടെ പോലീസുകാർ വിശ്രമിക്കുന്ന സ്ഥലത്തിന് സമീപമാണ് ഉപയോഗിച്ച നിലയിൽ ലഹരി പദാർത്ഥങ്ങൾ കണ്ടെത്തിയത്. ശ്രീകോവിലിന് സമീപത്തെ ഫ്ലൈ ഓവറിന് താഴെയുള്ള ഷെഡ് നിറയെ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളാണ്. വ്രതം നോറ്റ് അയ്യപ്പ ഭക്തരെത്തുന്ന പാവനമായ സന്നിധാനത്താണ് ലഹരി വസ്തുക്കൾ കിടക്കുന്നത്. വിശദാംശങ്ങളുമായി സന്നിധാനത്തിനും എം മനോജ് ചേരുകയാണ്. മനോജ്, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, പരിപാവനമായ സന്നിധാനത്തെ കളങ്കിതമാക്കാൻ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം. പോലീസുകാർ വിശ്രമിക്കുന്ന സ്ഥലത്താണ് ഈ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത്. പോലീസുകാർ തന്നെയാണ് സ്വാഭാവികമായും ഇത് ഉപയോഗിക്കുന്നുണ്ടാവുക. ഭക്തർ വ്രതം നോറ്റ് അത്രയും നിഷ്ഠയോടെ എത്തുമ്പോൾ അതിനെ കളങ്കിതമാക്കാനുള്ള ഒരു നീക്കം എന്ന രീതിയിൽ പോലും ഇതിനെ വായിച്ചെടുക്കാൻ, ഇതിനെ വ്യാഖ്യാനിച്ചാൽ തെറ്റില്ല. എന്താണ് അവിടുത്തെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ? കെ പി, ശബരിമല സന്നിധാനത്താണ് ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണാനിടയായത്. അതായത് നമ്മളുടെ ശ്രീകോവിലിന് സമീപമാണ്. ഈ ഫ്ലൈ ഓവറിലൂടെ വേണം, 18-ാം പടി കഴിഞ്ഞ് ഫ്ലൈ ഓവറിലൂടെ വേണം ദർശനത്തിനായി ഭക്തർക്കെത്താൻ. ഈ 18-ാം പടി ഡ്യൂട്ടി അടക്കമുള്ള പോലീസുകാർക്ക് വിശ്രമിക്കുവാനൊരു കേന്ദ്രമുണ്ട്. അതായത് ഈ ഫ്ലൈ ഓവറിന് താഴെയായാണ് ആ പോലീസുകാരുടെ വിശ്രമ കേന്ദ്രം. അവിടെ കയറ് കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. അതായത് മറ്റ് ഭക്തർക്കൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു സ്ഥലത്തിന് സമീപത്തേക്ക്, അതായത് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് ഈ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കുക. അതായത് എന്താണ് ഈ ശബരിമല സന്നിധാനത്ത് നടന്നു വരുന്നത് എന്നതിൻ്റെ ഒരു, അതായത് നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അതായത് ഈ ഷെയ്ഡിൽ, അതായത് ഈ ശബരിമലയിലെ പോലീസുകാർ വിശ്രമിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഷെയ്ഡിലാണ് ഇത്തരത്തിലുള്ള ഗ്ലൗസുകളും, അതായത് പോലീസുകാർ ഡ്യൂട്ടിക്ക് ഉപയോഗിച്ച ഗ്ലൗസും അതിനോടൊപ്പം തന്നെ ഈ ലഹരി പദാർത്ഥങ്ങളും നിരോധിത ലഹരി പദാർത്ഥങ്ങളും കിടക്കുന്നത് എന്നത് ഉപയോഗിച്ച ശേഷമാണ് ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്. അതായത് സന്നിധാനത്ത് നിന്നും നേരെ ഇത് തുപ്പുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഷെയ്ഡിലുകളിലേക്ക് ഇങ്ങനെ നിറയ്ക്കുകയാണ്. അത് പലതരത്തിലും ഭക്തരുടെ കണ്ണിൽ ഈ സംഭവം കണ്ടു. അവരാണ് നമ്മളോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ മനോജ്, ഈ ഷെയ്ഡ് ഇതിലേക്ക് തുപ്പുകയാണ് ചെയ്യുന്നത്. അതായത് സന്നിധാനത്ത് ഡ്യൂട്ടിക്കുള്ള ഈ പോലീസുകാരാണ് അവിടെ നിന്ന് ഉപയോഗിച്ചത് ഈ സ്ഥലത്തേക്ക് തുപ്പുന്നത്. അതായത് ഈ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന പോലീസുകാർ അയ്യപ്പരാണ്. അവർ അതേ രീതിയിൽ നിഷ്ഠയോടെ വേണം അവിടെ ജോലി ചെയ്യാൻ. അവരുടെ ജോലി ചെയ്യുമ്പോഴും ആ കൃത്യനിഷ്ഠ അവർ പാലിക്കണമെന്നാണ് ആ ഒരു ധാർമ്മികമായ വശം. പക്ഷേ അതൊന്നും പാലിക്കാതെയാണ് അവരവിടെ ജോലി ചെയ്യുന്നത്. ഒരു വിശ്വാസവുമില്ലാത്ത, അല്ലെങ്കിൽ വിശ്വാസികളുടെ, ഭക്തരുടെ വികാരത്തെ മാനിക്കാത്ത ചില ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള നീചപ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ ആണോ ഈ ഒരു ഉപയോഗം നടത്തിയതെന്നതിന് മറ്റ് സംശയങ്ങളൊന്നും നമുക്കില്ല. കാരണം ഈ വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത്, ഇവിടേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടേക്ക് ഭക്തർ കയറാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ എത്തുന്നത് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരാണ്. അപ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അതിലൊരു നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അത് പലതവണയായി ഭക്തർ നമ്മളോട് പറയുന്ന പരാതിയാണ്. പോലീസുകാരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടാകുന്നു എന്നുള്ള പരാതിയൊക്കെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും സന്നിധാനത്ത് നടക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള വിവരം അറിയുന്നത്. അതും ഏതൊരു വിശ്വാസിയാവട്ടെ അല്ലെങ്കിൽ വിശ്വാസി അല്ലാതാവട്ടെ, ഒരു പാവനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ അത്രയധികം പുണ്യമായി കാണുന്ന, പുണ്യദർശനമായി കാണുന്ന ഒരു സ്ഥലം, ഇവിടേക്ക് ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് വളരെയധികം വേദനയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതായത് ആർക്കായാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിശ്വാസിയാവട്ടെ അല്ലാത്തവരാവട്ടെ, പക്ഷേ ഒരു വിശ്വാസത്തെ മാനിക്കുന്നവരാണെങ്കിൽ ഒരു ശ്രീകോവിലിന് സമീപമുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ആ ശ്രീകോവിലിന് പരിസരത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും സന്നിധാനത്തുള്ള ലഹരി ഉപയോഗം തന്നെയാണ്. നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് പറയുന്നത് ഈ ഉപയോഗിച്ച ശേഷമാണ് ഇവിടേക്ക് ഇങ്ങനെ നിറയ്ക്കുന്നത്. അതായത് പുറത്തോ മറ്റ് ഒരിടത്തോ അല്ല, ശബരിമലയിലെ മറ്റ് ഭാഗങ്ങൾ
സ്ഥലങ്ങളിലുമൊന്നുമല്ല, പ്രധാന കേന്ദ്രമായിട്ടുള്ള സന്നിധാനത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കാണാതെ പോയത് എക്സൈസ് വകുപ്പിന്റെ ഒരു വീഴ്ച എന്ന് മനോജ്, അവിടെയാണ് ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം കിടക്കുന്നത്. ഈ പോലീസുകാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി അവരെന്തും ചെയ്തോട്ടെ, കാരണം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ആ രീതിയിൽ നമുക്ക് അതിനെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. എങ്കിലും ശബരിമലയിൽ ജോലിക്കെത്തുന്നവരുടെ ആ ഒരു കൃത്യനിഷ്ഠ അല്ലെങ്കിൽ ആ ഒരു രീതി, ആ ഒരു ശൈലി കൃത്യമായി അവർ പിന്തുടരേണ്ടതാണ്. പക്ഷേ എങ്കിലും നമുക്ക് വാദത്തിന് വേണ്ടി തൽക്കാലം അത് മാറ്റി നിർത്താം. പക്ഷേ ഇവിടെ മനോജ് പറഞ്ഞതാണ് ശരി. കാരണം സന്നിധാനത്ത് ജോലി ചെയ്യുമ്പോഴാണ് സന്നിധാനത്ത് വെച്ച് ലഹരി ഉപയോഗിച്ച് അത് മറ്റൊരിടത്തേക്ക് കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ ഈ പോലീസുകാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ അടുത്ത കാലത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ എത്തുന്ന പോലീസുകാരും അയ്യപ്പരാണ്. അവർ ഭക്തരെ അയ്യപ്പൻ സ്വാമി എന്ന് മാത്രമേ അഭിസംബോധന ചെയ്യാൻ പാടുള്ളൂ. അത് കാലാകാലങ്ങളായി ആരും പറയാതെ തന്നെ അവരുടെ ധാർമ്മികമായ അല്ലെങ്കിൽ അവരുടെ ആ വൈകാരികമായ ഒരു അവസ്ഥ കൂടിയാണ്. പക്ഷേ ആ കാഴ്ചകളെല്ലാം ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലയ്ക്കലായാലും പമ്പയിലായാലും സന്നിധാനത്തായാലും 18-ാം പടിക്ക് താഴെ കഴിഞ്ഞാലും ഭക്തരോട് അസഭ്യം പറയുന്ന നിരവധി പോലീസുകാരെ, എല്ലാ പോലീസുകാരുമല്ല, നിരവധി പോലീസുകാർ ആ കൂട്ടത്തിലുണ്ട്. അതായത് യാതൊരു ഭക്തിയുമില്ലാതെ കേവലം ഒരു ജോലി മാത്രമായി അവിടെ കാണുന്നു. എങ്കിലും ആ ജോലി പോലും ആ രീതിയിൽ ആത്മാർത്ഥതയോടെ ചെയ്യാൻ പോലും മനസ്സ് കാണിക്കാത്ത നിരവധി പോലീസുകാരുമുണ്ട്. ആ പോലീസുകാരെ വേണം നമുക്ക് ഈ കൂട്ടത്തിലും ഈ ഗണത്തിലും പെടുത്താനല്ലേ? തീർച്ചയായും കെ പി, ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അതായത് രഹസ്യമായി നമ്മൾ അറിഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ 18-ാം പടി ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ഷീണം മാറ്റാൻ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവർ അത് ഉപയോഗിച്ച ശേഷമായിരിക്കണം ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. സാധാരണയായി ഈ പോലീസിന് ഒരു പക്ഷേ ഭക്തർക്ക് മേൽ പഴിചാരമായിരിക്കും, ഭക്തരാണ് ഇവിടേക്ക് ഇത് കൊണ്ടുവരുന്നതെന്നോ അല്ലെങ്കിൽ അവരുപയോഗിച്ചതാണെന്നോ ഒക്കെ പറയുമ്പോഴും ഇത് ഫ്ലൈ ഓവർ വഴി എത്തുന്ന ഭക്തർ ദർശനത്തിനായാണ്, അതായത് ശ്രീകോവിലേക്ക് അവർ ദർശനത്തിനായാണ് വരുന്നത്. അപ്പോൾ അവർക്കൊരു ലഹരിയുടെയും ആവശ്യമില്ല. അയ്യപ്പനാണ് അവരുടെ ലഹരി എന്ന് പറയുന്നത്, ഭക്തിയാണ് അവരുടെ ലഹരി. പക്ഷേ ഇവിടെ മറ്റു കാര്യങ്ങൾക്കായി, അതായത് ജോലിക്കായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത് അവർക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ സ്വാഭാവികമായും ഭക്തരെ സംബന്ധിച്ചിടത്തോളം പമ്പയിലെ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരെയും ശബരിമലയിലേക്ക് കടത്തിവിടുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഈ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളതാണ്. അതായത് നിരവധിയായി പോലീസുകാർ ഇവിടേക്ക് ഡ്യൂട്ടിക്ക് എത്തുന്നുണ്ട്, വിവിധ ക്യാമ്പുകളിൽ നിന്നെത്തുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ, കാസർഗോഡ് വരെ അടക്കമുള്ള ക്യാമ്പുകളിൽ നിന്നെത്തുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെയൊക്കെ ആരെങ്കിലും പരിശോധിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല എന്ന് തന്നെ നമുക്ക് ശരി. ഏതായാലും മനോജ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന വസ്തുതയും അത് തന്നെയാണ്. പോലീസുകാർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത എക്സൈസ് ഉദ്യോഗസ്ഥർ ഈ കാഴ്ചകൾ തീർച്ചയായും കാണേണ്ടതാണ്. പോലീസുകാരാണ് ഇത് ഉപയോഗിക്കുന്നത്, അതും സന്നിധാനത്ത്, എത്രത്തോളം പരിപാവനമായ സന്നിധാനത്ത്. ഇവിടെ ആ പോലീസുകാർ എന്ത് ചെയ്യുന്നു, അവരുടെ ധാർമ്മികത എന്താണെന്ന് പരിശോധിച്ച് കൃത്യമായ നടപടിയെടുക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കടമയാണ്. കാരണം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. ഭക്തർ അത്രത്തോളം കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് അവിടെ എത്തുന്നത്. അവരുടെ ഭക്തിയാണ്, അവരുടെ വികാരത്തെയാണ്, അവരുടെ മനസ്സിനെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കളങ്കപ്പെടുത്തുന്നത്. മനോജാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.